നമ്മളൊരു പോത്തിനെ മോഹവിലയും കൊടുത്ത് മേടിച്ച്, അതായത് മോഹവില എന്ന് വെച്ചാൽ നല്ല വിലയാവും ചെറിയ പോത്തുകൾക്ക് ഓരോ സീസണുകളിൽ മേടിക്കുമ്പോഴത്തേക്ക്. അങ്ങനെ മേടിച്ച് നല്ല തീറ്റയും കൊടുത്ത് കൈത്തീറ്റയും ഒരുപാട് കൊടുത്ത് വളർത്തി 2 വർഷം വളർത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ മുടക്ക് വരുന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഹൈദർ. ഇതിനെ നമ്മൾ വിൽക്കുന്നതിനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളിത് നമ്മുടെ ഹൈദർ സെയിലായിരുന്നു, ഒരാഴ്ചയോളമായി. അപ്പോൾ ഇനി ഇവനെ ഇന്ന് കൊണ്ടുപോകും. അപ്പോൾ നമുക്കിന്ന് കുളിപ്പിച്ചൊന്ന് വെടിപ്പാക്കി എടുത്തിട്ട് വേണം കൊടുത്തുവിടാനായിട്ട്. അതായത് നാളത്തെ പെരുന്നാളിന് അറക്കുവാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് ഉള്ള പാർട്ടീസ് തന്നെയാണ്. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറയാം, നമ്മൾ പോത്ത് വളർത്ത് ലാഭം നോക്കി വളർത്തുന്ന ഒരു പരിപാടിയല്ല. കാരണം ഒരു ക്രേസായിരുന്നു, എനിക്ക് പണ്ടേ മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു പോത്ത് വളർത്തണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 മാസം മുന്നേയൊക്കെ അതിന് ഒരു 2 മാസത്തോളം എനിക്ക് 2 പോത്തുള്ള രണ്ടിനെയും ശരിക്കും നോക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഫാദർ ഹോസ്പിറ്റലിലായി. അപ്പോൾ അങ്ങനെ അത് വന്നപ്പോഴത്തേക്ക് കൈത്തീറ്റ കൊടുക്കലില്ലായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ തങ്ങളധികം കുറവായിരുന്നു, ഹോസ്പിറ്റലിലും ഒക്കെ ആയി നിന്ന് അങ്ങനെ കൈത്തീറ്റ കൊടുക്കാറായി. ഒരുപാട് ക്ഷീണിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ അല്പം ചെറുതായിട്ട് കയറി വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പോത്ത് ലാഭകരമാക്കണമെങ്കിൽ ഏകദേശം കുറഞ്ഞതൊരു 4 പോത്തെങ്കിലും നമ്മൾ വളർത്തിയെങ്കിൽ കർഷകന് ലാഭകരമാക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ഇറക്കി കെട്ടാനായിട്ട് പറമ്പോ പാടമോ എന്തെങ്കിലും ഇല്ലെങ്കിൽ യുവമാർക്ക് ഇതേപോലെ മേഞ്ഞു കിടക്കാനായിട്ട് ചെളിയിലും കുത്തിമറിഞ്ഞ് സാധിക്കില്ല. നമ്മൾ തൊഴുത്തിലും ഒക്കെ ആയിട്ട് വളർത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ തൊഴുത്തിലാണ് വൈകിട്ടാകുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കെട്ടാറ്. പിന്നെ നമുക്ക് തൊഴുത്തിൽ വെച്ച് വേണമെങ്കിൽ വളർത്താം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്ക് പോത്തിൻ്റെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിട്ടെങ്കിലും കുറച്ച് വെയിലും കൊണ്ട് ഇരുന്നാലേ പോത്തിൻ്റെ കളർ ബ്ലാക്ക് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറായിട്ടേ പോത്തിൻ്റെ കളർ വരത്തുള്ളൂ. ഇതിപ്പോൾ എന്തായാലും ഇവൻ കുത്തിമറിഞ്ഞ് മേഞ്ഞാണ്, കണ്ടമാണ്. അപ്പോൾ മാർക്ക് ചെളിയിൽ കുളിച്ച് നടക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് പോത്ത് വളർത്തലിൽ ഏറ്റവും ലാഭകരമാകാൻ നമ്മൾ പോത്ത് മേടിക്കുമ്പോൾ തന്നെ മേടിച്ചാൽ മാത്രം. കാരണം ശ്രദ്ധിച്ച് മേടിക്കുക എന്ന് വെച്ചാൽ പോത്ത് വളർത്തുമ്പോഴത്തേക്ക് ഏറ്റവും വില കുറച്ച് മേടിക്കാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും വില കുറച്ച് മേടിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ തീറ്റയായാലും നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു 50 രൂപ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് 1500 രൂപയോളം ചിലവാകും കൈത്തീറ്റയ്ക്ക് മാത്രം. 50 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ. കാരണം കൈത്തീറ്റ കൊടുത്ത് മാത്രം നമുക്കൊരു പോത്തിന് വളർത്താനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കതിന് അങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാകത്ത് പോലുമില്ല. കൊടുക്കാൻ നേരത്ത് നഷ്ടം മാത്രമേ വരുള്ളൂ. അതാണ് ഒരുപാട് പേര് പോത്ത് വളർത്തി നഷ്ടം വന്നു എന്ന് പറയുന്നത്. പിന്നെ പെരുന്നാളിന് വിൽക്കുമ്പോഴത്തേക്ക് മോഹവില വെച്ചിട്ടാണ് കൂടുതലും ആളുകൾ പോത്തുകളെ മേടിക്കുന്നത്. നമ്മൾ തീറ്റ കൊടുക്കുന്നത് ചിപ്സ് വറക്കുന്ന അവിടുന്ന് ചിപ്സിൻ്റെ തൊണ്ട് നമ്മൾ ശേഖരിച്ച് അതും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം തൊട്ടടുത്ത പാടത്തിലും കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരു 5-6 ചാക്ക് അല്ലെങ്കിൽ ഒരു 10 ചാക്ക് ഒരാഴ്ചയിലൊന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പുല്ലിൻ്റെ ഒരു ലഭ്യതക്കുറവ് വരുമ്പോഴത്തേക്ക് തീറ്റ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മണിയനാണ് കേട്ടോ. അവനെ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കിട്ടുന്ന പാടത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അല്പം ഒരാൾക്ക് തിന്നു മേഞ്ഞ് കിടക്കാനുള്ള പുല്ലുണ്ട്. ഇതിൻ്റെയും കയറ് നമ്മൾ നീട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അവൻ ഈ വെള്ളത്തിൽ കുസ്തി മറിഞ്ഞ് കളർ മാറി കിടക്കുന്നതാണ്. അതാണ് പുള്ളിക്കാരൻ്റെ മേത്തപ്പടി ചെളിയായി നിൽക്കുന്നത്. ഇന്ന് നല്ല ചൂടുണ്ട്. അപ്പോൾ പോത്തുവളത്തിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ, അതായത് മാർക്കറ്റിൽ നിന്ന് എടുത്താലും ഫാമുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ പോത്ത് കുട്ടികളെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മിക്ക ഇടങ്ങളിലും പോത്തിന് ലൈവ് വെയിറ്റ് ആണ് മേടിക്കുന്നത്. അത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഇപ്പോൾ ഒരു 180 രൂപ ലൈവ് വെയിറ്റ് കിലോയിൽ മാർജിനിട്ടാണ് ഫാമിൻ്റെ ഉടമസ്ഥർ വിൽക്കുന്നത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റേറ്റ് കൂടുതലായിട്ട് നമുക്ക് ബഡ്ജറ്റിലൊക്കാത്ത രീതിയിൽ വരും. അല്ലെങ്കിൽ നമ്മളൊരു ചന്ത പോലെയുള്ള പോത്തുകളുടെ ചന്തയും കാളച്ചന്തയുണ്ട്. അപ്പോൾ അവിടെ പോയിന്ന് ഏകദേശം നമുക്ക് കണ്ട് ഒത്ത ഒരു പോത്തിനെയോ മേടിച്ച് വളർത്തുക. ഏറ്റവും കുറഞ്ഞ രീതിയിൽ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുല്ലും നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. കാരണം ഒരു ദിവസം ഏകദേശം ഒരു 50 കിലോയോളം ഈ പോത്ത് കഴിക്കും, ഒരു പോത്ത്. അപ്പോൾ അതേപോലെ പുല്ലും
ഇതിൻ്റെ ലഭ്യതക്കുറവ് നമുക്ക് പരിഹരിച്ചേ പറ്റുള്ളൂ. പട്ടിണിയിട്ട് നമുക്കൊരിക്കലും പോത്തുകളുടെ അതിൻ്റെയും പാവം മേടിച്ച് കിട്ടരുത്. നമ്മളൊരു പോത്തിനെ മോഹവിലയും കൊടുത്ത് മേടിച്ച്, അതായത് മോഹവില എന്ന് വെച്ചാൽ നല്ല വിലയാവും ചെറിയ പോത്തുകൾക്ക് ഓരോ സീസണുകളിൽ മേടിക്കുമ്പോഴത്തേക്ക്. അങ്ങനെ മേടിച്ച് നല്ല തീറ്റയും കൊടുത്ത് കൈത്തീറ്റയും ഒരുപാട് കൊടുത്ത് വളർത്തി 2 വർഷം വളർത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ മുടക്ക് വരുന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഫാമുകളിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുടിയിൽ നിന്ന് മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം വില താഴ്ന്ന രീതിയിൽ കുറച്ച് മേടിക്കുക. അതായത് നമുക്ക് വളർത്തുകയാണെങ്കിൽ കുറച്ച് പാടങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 3, 4, 5 എണ്ണങ്ങളൊക്കെ ആയിട്ട് പോത്തുകളിനെ മേടിച്ച് വെറുതെ വിട്ട് തീറ്റിച്ച് വളർത്തുകയാണെങ്കിൽ നമുക്കത് ലാഭകരമാക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് 1, 2 പോത്തുകളിനെ വളർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ലാഭകരമാക്കാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ കാട്ടുപോത്തുകളൊക്കെ പണ്ട് രീതിയിൽ വളർന്നതും കാട്ടിൽ നടന്നും വളർന്നതും ഈ പുല്ലും വെള്ളവും കുടിച്ച് തന്നെയാണ്, അല്ലാണ്ട് അതിന് വേറെ കൈത്തീറ്റകളോ ഒന്നും കൊടുത്തല്ല. അപ്പോൾ നമ്മൾ മാക്സിമം വില കുറച്ച് പോത്തും കുട്ടികളെ മേടിക്കുക. നമ്മുടെ ഏറ്റവും താഴ്ന്ന രീതിയിൽ തീറ്റ കൊടുത്ത് നമ്മൾ വളർത്തുക. കാരണം വീടുകളിൽ നിന്നും കഞ്ഞിവെള്ളവും അതുപോലെ ശേഖരിച്ച് വളർത്തുകയാണെങ്കിൽ നമുക്കതൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പോത്തിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പോത്തുകളെ വിൽക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇടനിലക്കാരും മാർക്കറ്റിലും വില താഴ്ത്തി എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇടിച്ചു മേടിക്കാം എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇതിൽ ഇട്ട് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലം നമുക്കത് കിട്ടിയേ പറ്റൂ. അപ്പോൾ നമ്മളത് കണ്ട് നമ്മൾ പോത്തുകളെ വളർത്തുക. അപ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള മാർഗം കൂടി കണ്ടെത്താം എന്നുള്ളൊരു അറിവ് കൂടിയാണ് എനിക്ക് നിങ്ങളിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ഹൈദറിനെ മേടിക്കുമ്പോഴുള്ള വലിപ്പം. മൂക്കേറ് കുത്തിയിട്ടില്ല, ചെറുതായിരുന്നു ഞാൻ മേടിക്കുമ്പോൾ. ഈ ഒരു കോലത്തിലാണ് ഞാൻ ഹൈദറിനെ വാങ്ങിക്കുന്നത്. അന്ന് നമ്മൾ മേടിച്ചപ്പോൾ ലൈവ് വെയിറ്റ് തൂക്കിയാണ് മേടിച്ചിരുന്നത്. ആ സമയത്ത് കണ്ടോ, നിങ്ങൾക്ക് കാണാം എല്ലും തൊലിയും വാരിയെല്ലും തെളിഞ്ഞ് ചെറു കുഞ്ഞായിരുന്നു. ഏകദേശം ഞാനിപ്പോൾ ഒരു 1.25 വർഷമായിട്ടുണ്ട് വളർത്താനായിട്ട് തുടങ്ങി. ഉണ്ടോ, എനിക്കിപ്പോൾ കാണാം അതിൻ്റെ വലുപ്പവും. ചെറു കുഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈദറിൻ്റെ വീഡിയോ ഇനി കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.